ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം പനിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ദെൻ ഇന്ന് ഞാൻ ആദ്യം തന്നെ ഒരു നന്ദിന്ന് തുടങ്ങാം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുന്നേ ഒരു വട്ടം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോസിനെല്ലാം കമൻറ്റ് ഇടുകയും അയാളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഇത് തന്നെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ആളുടെ അടുത്ത് ഒരു ബിഗ് താങ്ക് യു. എന്താണെന്ന് വെച്ചാൽ, ആളുടെ എഫേർട്ടും ടൈമും എടുത്ത് ആളുടെ അഭിപ്രായം അത് നിങ്ങൾ നോക്കിയാൽ കാണാം. കമൻറ്റിൻ്റെ അവിടെ ഒരു വലിയ പാരഗ്രാഫായിട്ട് തന്നെയാണ് ആളെടുക്കുന്ന ആ ഒരു ടൈം. അതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് സുഖവിവരങ്ങൾ അന്വേഷിച്ച കുറച്ച് പേരുണ്ടായിരുന്നു. നോക്കിയായി വരുന്നു, കുഴപ്പമൊന്നുമില്ല. ദെൻ അത് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പം പുതിയതായിട്ട് വന്ന ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സ് കൂടെ ഉണ്ട്. സോ അവർക്ക് വെൽക്കം. നമുക്ക് ഈ ഒരു ജേണിയിൽ ഒരുമിച്ച് മുന്നോട്ട് പോവാം. കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും അതേപോലെ തന്നെ വിമർശനങ്ങളും നിങ്ങൾക്ക് എൻ്റെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചിട്ടാണ്. ബിലീഫ്. നമുക്കെല്ലാവർക്കും പല രീതിയിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടാവാം. ഈവൻ ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ, നമുക്ക് എല്ലാവരുടെയും ഉള്ളിൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ നമ്മൾ എത്രത്തോളം കാണുന്നു, അല്ലെ എത്രത്തോളം അറിയുന്നു, എത്രത്തോളം പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അത് ഓരോരുത്തരിലും ഓരോ രീതിയിലായിരിക്കാം അത് വർക്ക് ആവുന്നതെന്ന് പറയുന്നത്. അപ്പം ഞാനൊരു കാര്യം പോയി പ്രാർത്ഥിച്ച് എനിക്കത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ ദൈവത്തെ ആയിരിക്കും കൂടുതൽ പ്രാർത്ഥിക്കുന്നുണ്ടാവുക. ഇത് പ്രാർത്ഥനയുടെ കേസിൽ. ഇനി നേരെ മറിച്ച് വിശ്വാസം പലരിൽ നമ്മൾ അർപ്പിക്കും. കൂട്ടുകാരിൽ, വീട്ടുകാരിൽ, അതേപോലെ കസിൻസ്, ബന്ധുക്കൾ, അങ്ങനെ പലരിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കും. എപ്പോഴെങ്കിലും നമ്മളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഓക്കെ, ഇത് നീ ചെയ്താൽ നിന്നെക്കൊണ്ട് പറ്റും, നിനക്കാണ് ആ ഒരു പൊട്ടൻഷ്യൽ ഉള്ളത് എന്ന് വിശ്വസിച്ച് ധൈര്യമായിട്ട് ഇറങ്ങി പോയ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ആ ഒരു കാര്യമാണ്. നമുക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടാവണം. ഓക്കെ, ഞാൻ ജെനുവിനാണ്, ഞാൻ ഇതാണ് ചെയ്യുന്നത്, എനിക്കതിൽ വേറൊരാളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ചെയ്യുന്നതിൽ തെറ്റില്ല. അങ്ങനെ പക്ക പെർഫെക്റ്റ് ആയിട്ടൊന്നും നമ്മളാരും പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരല്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വൃത്തിയോടെയും അതുപോലെ വ്യക്തത, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തിൽ നമുക്ക് എത്രത്തോളം വ്യക്തതയുണ്ട് എന്നുള്ളത്, ഐ മീൻ ക്ലാരിറ്റി. ഓക്കെ, അപ്പം ഈ ഒരു വിശ്വാസം ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം. പല നമ്മുടെ അടുത്തുള്ള മഹാന്മാരുടെ കഥകൾ എടുത്താലും അവർക്ക് അവരുടെ ടാലൻറ്റിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. സ്വയമേ വിശ്വസിച്ച് എന്തേലും നേടിയെടുത്തവരെല്ലാം ഇതുപോലെ സ്വയം വിശ്വസിച്ച് മുന്നോട്ട് വന്നവരാണ്. എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ എന്നിലൊരു വിശ്വാസമില്ല, എന്നെ അങ്ങനെ ഇതാക്കാൻ കൊള്ളത്തില്ല, വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് ആ ഒരു രീതിയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തോട്ട് നമുക്കൊരു ഗ്രോത്തോ ഒന്നുമില്ല. നേരെ മറിച്ച് ഈ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റി നോക്കി സ്വയം വിശ്വസിക്കുക. ഓക്കെ, ഞാൻ ഇത്രയൊക്കെ എത്തി, എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റും. APJ അബ്ദുൽ കലാം ദരിദ്രമായൊരു ഫാമിലിയിൽ നിന്നാണ് വന്നത്. എന്നിട്ട് ഇപ്പം അദ്ദേഹത്തിനെ ഏത് കൊച്ചിനോട് ചോദിച്ചാലും അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. അദ്ദേഹത്തിൻ്റെ ആ ലെവൽ അങ്ങോട്ടേക്ക് മാറി. അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിലും അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിലും അദ്ദേഹത്തിന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ട്രസ്റ്റ് ദ ടൈമിങ്. ഒരുപാട് സമയം എടുത്താൽ പോലും നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ നമുക്ക് കിട്ടും. നമ്മൾ പക്ഷെ അതിന് വരെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ പറയില്ലേ, 100 വാതിൽ കൊട്ടിയിട്ടും തുറന്നില്ല എന്ന് വെച്ച് നമ്മൾ നിരാശപ്പെട്ട് തിരിച്ചു പോകുന്നതിന് പകരം ആ 101ാമത്തെ വാതിലായിരിക്കും നമുക്കുള്ളത് ഇരിക്കുന്നത്. പക്ഷെ അത് കൊട്ടാതെ പോകുന്നത് നമ്മുടെ മണ്ടത്തരം. നമ്മൾ കീപ്പ് ഓൺ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാനൊരു കഥ പറയാം. എന്താണെന്ന് വെച്ചാൽ, അരുണിമ സിൻഹ എന്ന് പറഞ്ഞൊരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വോളിബോൾ പ്ലെയർ ആയിരുന്നു. അപ്പം ഒരിക്കലും ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ആളുടെ ഒരു ഗോൾഡ് കാര്യങ്ങളൊക്കെ തട്ടിപ്പറിക്കാൻ വേണ്ടി കുറച്ച് പേര് വന്നു. അപ്പോൾ ഈ ആ ഒരു സമയത്ത് ഇവരെ ഉപദ്രവിക്കാൻ വന്നവർ തള്ളിയിട്ടു. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സമയത്ത് ഇവർ വേറൊരു ട്രാക്കിൽ പോയി വീഴുകയും ആ ട്രാക്കിൽ കൂടെ വേറൊരു ട്രെയിൻ വന്ന് ഇവരുടെ കാലേ കൂടെ കയറിപ്പോയി. സോ ഇവർ ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഇപ്പോൾ ഇവരുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഒരു കാല് അല്ലെങ്കിൽ കാലുകൾ മുറിച്ച് കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ അതല്ലാതെ വേറെ നിവൃത്തിയില്ല. സോ അവരത് ചെയ്തു. അവരപ്പോൾ ഒരു തീരുമാനം എടുത്തു. ഓക്കെ, അക്സെപ്റ്റ് ചെയ്തു, എനിക്കിനി കാലുകളില്ല, പക്ഷെ ഞാൻ എവറസ്റ്റ് കീഴടക്കിയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം
ഹോപ്പ്ഫുള്ളി ഇതെല്ലാം കേൾക്കുന്നവരെന്താ വിചാരിക്കുക, ആ ശരി എന്നാൽ ആ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും. ഈവൻ നമ്മളാണെങ്കിൽ പോലും ഡിപ്രസ്ഡായി നെഗറ്റീവ് അടിച്ച് ഒരു മൂലയ്ക്ക് ഇരിക്കുകയായിരിക്കും ഉണ്ടാവുക. ഇതെല്ലാവരും മറികടന്ന് 2013 ആദ്യ വനിത, അതായത് കൃത്രിമ കാല് വെച്ച് എവറസ്റ്റ് കീഴടക്കിയ ആദ്യ വനിതയാണ് അവർ. അവരെക്കുറിച്ചുള്ള ന്യൂസും അതേപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്, ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കാണാം. അപ്പം ഇങ്ങനെയുള്ളവരും ഉണ്ടോ നമ്മുടെ ചുറ്റുപാടും? നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ദൈവം സഹായിച്ച് 2 കയ്യ് കാല് എല്ലാം ഉണ്ട്. ഇതുപോലും ഇല്ലാത്ത എത്രയോ പേര് അധ്വാനിച്ച് ജീവിക്കുന്നു അല്ലേ? അപ്പം ആ ഒരു വിശ്വാസം, എന്നെ കൊണ്ടാ പറ്റുന്ന, പിന്നെ ആരെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ആ ഒരു വിശ്വാസം. ഇങ്ങനെ അതേപോലെ തന്നെ വിശ്വാസത്തിൽ തന്നെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. വിശ്വാസമുണ്ട്, അന്ധവിശ്വാസമുണ്ട്. അത് ഏതാന്നുള്ളത് തരംതിരിച്ചറിയാനുള്ളൊരു കഴിവ് നമുക്ക് വേണം. ഇനി അന്ധവിശ്വാസം എന്ന് വെച്ചാൽ എന്താ? ഈ ശാസ്ത്രീയ ചിന്തകളെ അവഗണിച്ച് തെറ്റായ ചിന്തകളിൽ വിശ്വാസം അർപ്പിക്കുന്നതിനെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ഇനി ഒറിജിനൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നമ്മുടെ കഴിവിൽ നല്ല രീതിയിൽ വിശ്വസിച്ച് നല്ലതിന് വേണ്ടി അത് ഉപയോഗിക്കുമ്പോഴാണ് അതിനെ വിശ്വാസമായിട്ട് മാറുന്നത്. അപ്പം ഈ ഒരു 2 കാര്യങ്ങൾ തരംതിരിക്കാൻ നമുക്കറിയണം. ഇപ്പം അറിയാണ്ട് പോലും നമ്മൾ ഈ പല അന്ധവിശ്വാസ കാര്യങ്ങളിൽ ചെന്ന് പെടാറുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം എനിക്കൊരു ദൈവത്തെ വിശ്വാസമുണ്ട്, അത് വേറൊരാൾക്ക് വിശ്വാസം ഉണ്ടാവണമെന്നില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അയാൾ എൻ്റെ അടുത്ത് പറയുകയാണ്, ഓക്കെ നീ എന്തൊക്കെ കാണിച്ചു കൂട്ടും, നിനക്ക് അതിനെക്കുറിച്ച് അറിയോ, നിനക്ക് ഇതിനെക്കുറിച്ച് അറിയോ. പക്ഷേ മേ ബി അതുകൊണ്ട് എനിക്ക് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്തതുകൊണ്ടോ എനിക്ക് കുറേ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മേ ബി അയാൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ പറയണേ. പക്ഷെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ കുറേ പേര് ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കുറേ പേര് അല്ലാതെ വേറെ ഓരോ പല രീതിയിൽ ബിസിനസ്സായിട്ട് എടുത്ത് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഒഴിവാക്കി നമ്മുടെ വിശ്വാസം നമ്മളിൽ അർപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. എന്താണ് നമുക്ക് വേണ്ടത്? നമുക്കും ഒരുപാട് പരിമിതികളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ഈ പരിമിതികളെയൊക്കെ തരണം ചെയ്ത് എങ്ങനെ നമുക്ക് നമ്മുടെ ആ ഒരു ഗോളിൽ എത്തിച്ചേരാം, ആ ഒരു കാര്യത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ ഒരു മാറ്റങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പം ഞാൻ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ഥലങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റും. ഞാൻ കുറേ കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. ഞാൻ പോകത്തില്ല, ഞാൻ അങ്ങനെയൊന്നും ഇവിടെ ഒന്നും വന്നാൽ എന്നെ കാണാതെ പോകും, അങ്ങനെ വിചാരിച്ച സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. ദൈവം സഹായിച്ച് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. എനിക്കിവിടെ എല്ലാം കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത്. സോ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇതൊക്കെ നടന്നേക്കുന്നത്. ഇങ്ങനെ സ്വയം കഴിവിലല്ലേ സ്വന്തം കാര്യങ്ങളിൽ വിശ്വാസം ഇല്ലാത്ത ആളെ എവിടെ എത്താൻ പോകില്ല. നമ്മുടെ സക്സസിൻ്റെ ഫസ്റ്റ് പടി എന്ന് പറയുന്നത് അതാണ്, വിശ്വാസം. അതിലൂടെയാണ് നമ്മൾ ബിൽഡപ്പ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെയ്തു വരേണ്ടത്. നമ്മൾ ഈ പറഞ്ഞ വിശ്വാസം നമ്മളിൽ അർപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയും കൂടെ വേണം. നമ്മുടെ സമയവും എഫേർട്ടും കാര്യങ്ങളും ഒക്കെ എടുത്ത് നമുക്ക് എന്താണോ അല്ലെ നമുക്ക് എവിടെയാണോ എത്തേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ. ദെൻ പലരും പറയും അത് ഈ പറഞ്ഞ പോലെ അവളെ ചാടിക്കേറി പോയതാണ്. തോൽവികളും സംഭവിക്കാം. ഒരു തവണ തോറ്റു എന്ന് വെച്ചിട്ട് നമുക്കൊന്നും സംഭവിക്കാൻ പാടില്ല. നമുക്ക് ആ കാര്യങ്ങളിൽ നമുക്ക് ഉൾക്കൊണ്ട് കുറേ കാര്യങ്ങൾ പഠിച്ച് നമുക്ക് പിന്നെയും മുന്നോട്ട് പോവാം. അപ്പോൾ പറയുന്നവർ പറഞ്ഞോട്ടെ, നമ്മളിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് കീപ്പ് ഓൺ ട്രൈയിങ്, അത് മുന്നോട്ട് തന്നെ പോവുക. ആര് പറഞ്ഞാലും അത് എവിടെയും സ്റ്റോപ്പ്, ആർക്ക് വേണ്ടിയിട്ടും എവിടെയും സ്റ്റോപ്പ് ആക്കാണ്ട് നമ്മൾ നമ്മുടെ ഇതിൽ മുന്നോട്ട് പോകാം. ഇപ്പം കുറേ ആയിട്ട് കണ്ടുവരുന്ന എനിക്കും അറിയാവുന്ന കുറച്ച് ഇത് ലൈഫിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. കുറേ പേരിപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്നവർ കല്യാണത്തിൻ്റെ പേരിൽ ജോലി നിർത്തുന്നു, അല്ലെ കുട്ടികളായി എന്നും പറഞ്ഞ് ജോലി നിർത്തുന്നു, പിന്നെ ജോലിക്ക് പോകാണ്ടിരിക്കുന്നു. റാങ്ക് കിട്ടിയ ഒരു പുള്ളിക്കാരത്തിന് എനിക്കറിയാം, ഡിഗ്രിക്കും PGക്കും എല്ലാത്തിനും ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഫാമിലി ആയിട്ട് സെറ്റിൽ ഇൻ ദ സെൻസ് ആൾ ജോലി ചെയ്യുന്നില്ല, മാറി അങ്ങനെ നിൽക്കുന്നു. സോ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിലൊന്നും നമ്മൾ ഇതാവരുത്. കാര്യം എന്തുകൊണ്ടായിരിക്കും അവർ ഈ പറഞ്ഞ പോലെ അത്രയും വരെ പഠിച്ച് അത്രയും നല്ല നിലയിലെത്തിയിട്ട് അവർ വിട്ടുകൊടുത്തത്? അവരെന്തുകൊണ്ടായിരിക്കും ഗിവ് അപ്പ് ചെയ്തത്? മേ ബി വേറൊരു സൈഡ് ഉണ്ടാവാം, ഓക്കെ, അത് ഓക്കെയാണ്. പക്ഷെ എവിടെയോ എപ്പോഴും അവരുടെ ആ ഒരു കോൺഫിഡൻസ് പോയി. ഇനി എന്നെക്കൊണ്ട് പറ്റൂ, എനിക്ക് ഇവരെയൊക്കെ നോക്കണം, എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസായി. അപ്പോൾ ഒരു കാര്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ഒരു അത്ര നാളത്തെ ഒരു ആഗ്രഹത്തെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ വേറൊരു സൈഡിലോട്ട് പോകുന്നത്.
ചിലപ്പോൾ ഇവിടം വരെ എത്തിയിട്ടായിരിക്കും ഇങ്ങനെ തിരിഞ്ഞ് ഈ വഴിക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുത്താതെ ലൈഫ് ലോങ് നമുക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, നമ്മളിൽ വിശ്വാസം അർപ്പിക്കുക. വേറെ ഒരാൾക്ക് വേണ്ടിയിട്ടും ആ ഒരു കാര്യത്തെ നിങ്ങൾ എന്താ പറയുക, അതിലൊരു ഗിൽറ്റ് ഫീലിംഗ് നിങ്ങൾക്ക് ഒരിക്കലും വരാൻ പാടില്ല. സോ കീപ്പ് ഓൺ ട്രൈ. നിങ്ങൾ തന്നെ വിശ്വസിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് അത്രയും. ബൈ.